ഹലോ, അസ്സലാമു അലൈക്കും. രാവിലെ എനിക്കിപ്പോൾ നല്ല പൊരി മഴയാണ്. അപ്പം ഇന്ന് പുട്ടും പയററി ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടാ. അപ്പം എന്താണ് ഭയങ്കര ചുമയുണ്ട്. രാവിലെ നല്ല തണുപ്പ്. അപ്പോൾ ഇച്ചിരി ചുമയുടെ പൊടി ഇച്ചിരി കഴിച്ച് അതുകൊണ്ട് പിന്നെ പയർ വേവിക്കാനിട്ടേ. പിന്നെ ചോറൊക്കെ അങ്ങനെ വെന്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്താണ് കോഴിക്കൂട്ടന്മാരെയൊക്കെ ഇറക്കിയിട്ട് അപ്പോൾ പൂച്ച ലോക്കോനെ ഇറക്കിയിട്ട് കുറച്ച് ദിവസമായിട്ട് വയ്യാത്ത കാരണം കുട്ടി തന്നെ ഇട്ടാ. പിന്നെ അവളങ്ങനെ ഇറക്കലില്ല, ഇടക്ക് മാത്രം ഒന്ന് ഇറക്കുന്നത്. അങ്ങനെ അവൾ രാവിലെ തന്നെ ഇറക്കുമ്പോൾ പുല്ല് പോയി കടിച്ചിട്ട് എന്താ കാണുന്നത്. അപ്പോൾ കോഴിക്കുട്ടന്മാരിക്കകത്തൊക്കെ ഇച്ചിരി ഗോതമ്പൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ പുട്ടിന് കുഴച്ച് പിന്നെ പയർ വേവിക്കാനായിട്ട് പയർ വെന്തിട്ടായിട്ട് പിന്നെ പയർ താളിച്ച്. അപ്പം ഇന്ന് പുട്ടും പയറായിരുന്നു രാവിലെ. പിന്നെ കുറച്ച് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു, മറ്റേ അയിലക്കണ്ണി, കുഞ്ഞയിലയില്ലേ. അപ്പം അതൊന്ന് മുറിച്ച് അതൊന്ന് റോസ്റ്റ് പോലെ ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടാ. അപ്പം ഇന്നിങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ കുറച്ച് നേരം മഴ കുറഞ്ഞപ്പോൾ നമ്മുടെ മീൻകുട്ടന്മാർ കുറച്ച് നേരം ഒന്ന് നോക്കി നിന്നിട്ടാ. അവിടെ നല്ല മഴയായിരുന്നു രാവിലെ. പിന്നെ പാത്തു ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് അങ്ങനെ കിടക്കണേന് അവിടെ. അപ്പം ഞാനപ്പോൾ ഒരു കഷ്ണം പിള്ളേർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ ലാസ്റ്റ് കഷ്ണം പുട്ട് കഴിക്കാമെന്ന് ഓർത്തു. അപ്പോൾ പുട്ട് പുട്ടും പയറൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ആരൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞയിലക്കണ്ണിയായിരുന്നു, അത് റോസ്റ്റ് പോലെയാണ് ഉണ്ടാക്കിയത്. സവാളയും തക്കാളിയൊക്കെ ഇട്ട് നമ്മൾ ചൂരക്കറിയൊക്കെ വെക്കൂലേ, മസാലപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഇട്ടിട്ടാണ് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട്. ഇതേപോലെ ഇടയ്ക്ക് നമ്മൾ അയിലയും വെക്കോട്ടെ, ഇതേപോലെ ചാളയും വെക്കും, നല്ല ടേസ്റ്റാണ് ഇതേപോലെ വെക്കുമ്പോൾ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതൊക്കെ കാണാൻ നമുക്കൊരു സന്തോഷമാണ്.